ഈ ആയുസ്സിനിടയ്ക്ക് സന്തോഷമായി കിടന്നുറങ്ങുവാനും സന്തോഷമായി ജീവിക്കുവാനും നല്ല ക്വാളിറ്റി ലൈഫ് നയിക്കുവാനും സാധിക്കാതെ, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയും സുഹൃത്തുക്കളുടെ കൂടെയും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരാൾ സക്സസ്ഫുൾ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റർപ്രണറെ എടുത്ത് പരിശോധിച്ചാലും അവർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും. പക്ഷേ ഈ അവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലാണ് അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവാറ്. അല്ലെങ്കിൽ ഏതൊരു സംരംഭകനെയും സക്സസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യലല്ല. നമ്മൾക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം നടത്തിയെടുക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു എൻ്റർപ്രണർക്ക് ചേർന്നതുമല്ല. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുമ്പോൾ പഴയത് മറക്കാതിരിക്കുക, നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക, കൂടെയുള്ള ആളുകളെ വിസ്മരിക്കാതിരിക്കുക. മുഖത്തടിച്ച പോലെ നോ പറയേണ്ട കാര്യം നമുക്കില്ലല്ലോ. കൃത്യമായി നമ്മൾ അവരോട് അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലൊരു സമീപനം നമുക്ക് കൈക്കൊള്ളേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാറുണ്ട്. പലപ്പോഴും ഇവിടെ നമ്മുടെ ആളുകൾക്കുള്ള പ്രശ്നം, നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയില്ല. നമ്മൾ വെറും വാക്ചാതുര്യം കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. കാശ് ഉണ്ടാക്കുന്നത് വല്ലവനെയും പറ്റിച്ചിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ആവരുത്. ഫെയിലിയർ ഒരിക്കലും ഒരു പെർമനൻറ്റ് ഫെയിലിയർ അല്ല. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യ മൗറീഷ്യസ് ട്രേഡ് കമ്മീഷണറായി നിയമിതനായിട്ടുള്ള കൃഷ്ണദാസ് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. സക്സസ് സ്റ്റോറി എന്ന് പറയുമ്പം നമ്മൾ ഒരു ഓൺട്രപ്രണർ എന്നുള്ള ഒരു ലേബലുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ഇന്ത്യക്ക് പുറത്തു പോയി അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ കൂടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് സ്ഥാനം അലങ്കരിക്കുന്നു എന്നുള്ളതും കൂടെ ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് ആ ഒരു അനുഭവം, ഒരു മൗറീഷ്യസ് ട്രേഡ് കമ്മീഷണർ ആകുമ്പോൾ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇന്ത്യ മൗറീഷ്യസ് ട്രേഡ് കമ്മീഷണറായി നിയമിതനായപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരുന്നു. കാരണം കുറേ വർഷങ്ങളായി അനേകായിരം വിദ്യാർത്ഥികളെ കണ്ടു വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഭാരതത്തിലേക്ക് വന്ന് അതുപോലെ തന്നെ ഭാരതത്തിന് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഇത് കണ്ട് പഠിച്ച് വളർന്ന ഒരാളെന്ന നിലയ്ക്ക്, ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് കൂടെ അതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഫ്രഞ്ച് കോളനിയിലും ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണത്തിന് ശേഷം മൗറീഷ്യസ് സ്വതന്ത്രമായപ്പോൾ അവിടെ 13 ലക്ഷം ജനസംഖ്യയുള്ളൊരു ചെറിയ രാജ്യമാണെങ്കിലും അവിടെ 70% ഭാരതീയരാണ് വസിക്കുന്നത്. പണ്ട് കാലം മുതലേ അവിടുത്തെ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും പോയ ഭാരതീയരാണ്. പക്ഷേ ഇന്നത്തെ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം അത് ലോക നിലവാരത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് അവരെല്ലാം തന്നെ യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ പോയി പഠിച്ച് വളരെ ഉയർന്ന നിലയിൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫോബ്സിലും അല്ലെങ്കിൽ ഫോർച്യൂൺ കമ്പനികളുമൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്കെല്ലാം തന്നെ അവിടെ പ്രസൻസ് ഉണ്ടുള്ളതാണ്. പ്രത്യേകിച്ച് അവിടുത്തെ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്ക് വളരെ ഡിപ്ലോമാറ്റിക്കായി അല്ലെങ്കിൽ ഏറ്റവും ഫ്ലെക്സിബിളായി ഏതൊരു സംരംഭകനെയും ആകർഷിക്കുന്ന തരത്തിലുള്ളത്. ഇതാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഇത് ചാർജ് എടുത്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, വളരെ ഫ്രീ ആയി തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ പറ്റുന്ന ഒരു സമീപനമാണ് ആ രാജ്യത്തിലെ ഭരണാധികാരികൾക്കുള്ളത്. ഇത് അംബാസഡർ സാന്നിധ്യത്തിൽ, മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ അതിനുശേഷമുണ്ടായ വിവിധതരം മീറ്റിങ്ങുകൾ എല്ലാം തന്നെ വളരെ പ്രയോജനപരവും അതുപോലെ തന്നെ രണ്ട് രാജ്യത്തിനുമുള്ള ആ ബന്ധത്തിൻ്റെ ഒരു തീവ്രതയും കൂടെ അതിൽ പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായും ഈ കേരളവും അതുപോലെ തന്നെ ഭാരതവും എന്ന ഈ വലിയ രാജ്യത്തിൽ ഒരുപാട് ആളുകൾക്ക് ബൈലാറ്ററലായി, അല്ലെങ്കിൽ ട്രേഡ് പരമായി, അല്ലെങ്കിൽ ബിസിനസ് പരമായി, അല്ലെങ്കിൽ മറ്റു രീതിയിലെല്ലാം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അത് രണ്ട് രാജ്യത്തിനും ഗുണകരമായ രീതിയിൽ, ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറ്റുവാൻ സാധിക്കുമെന്നൊരു വിശ്വാസം പ്രത്യേകിച്ച് ഈ വേളയിൽ എനിക്കുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. അതിൽ തന്നെ ഇപ്പം ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പം ഒരു ട്രേഡ് കമ്മീഷണർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു ഓൺട്രപ്രണർ ആണ് എന്നുള്ളതാണ്. അപ്പം എന്തൊക്കെ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്? കാരണം ഒരു ഓൺട്രപ്രണർഷിപ്പിൽ നിന്ന് ഒരു രാജ്യങ്ങളെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കൂട്ടി യോജിപ്പിക്കാൻ കൂടെ നമ്മൾ നിൽക്കുന്നു എന്ന് പറയുമ്പം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു ഓൺട്രപ്രണർ ആയിരുന്നു ഞാൻ, ഇത്രയൊക്കെ കാര്യങ്ങൾ അന്ന് ഹാൻഡിൽ ചെയ്തിരുന്നു, ഇന്ന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. എത്രത്തോളം അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട് ഒരു ഓൺട്രപ്രണർഷിപ്പിൽ നിന്നും ട്രേഡ് കമ്മീഷണറിലോട്ടായിട്ട് മാറുമ്പോൾ? ഒരു ഓൺട്രപ്രണർ എന്ന നിലയ്ക്ക് ഒരുപാട് സ്ഥാപനങ്ങളും മറ്റു വ്യവസായപരമായും അതല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും പിന്നെ മറ്റു മേഖലകളിലെല്ലാം തന്നെ പ്രവർത്തിച്ച് പരിചയം കഴിഞ്ഞ 10-25 വർഷ കാലഘട്ടത്തിലുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3000-ലധികം എംപ്ലോയീസ് ഉള്ളൊരു പ്രസ്ഥാനമാണ്.
അവരെ എല്ലാം വളരെ സന്തോഷത്തോടുകൂടി കൊണ്ടു നടക്കാൻ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി ഞാൻ കാണുന്നത്. പിന്നെ അതിലുപരി പല പ്രസ്ഥാനങ്ങളുടെയും അമരത്ത് ഞാൻ ഇന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിൽ കേരളത്തിലെ ചേംബർ ഓഫ് കേരള കോളേജസ് എന്ന കൂട്ടായ്മ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂട്ടായ്മയുടെ സംസ്ഥാന ചെയർമാനും അധ്യക്ഷനുമാണ് ഞാൻ. അപ്പോൾ അതിലൂടെയുള്ള അനുഭവം, മുൻകാലങ്ങളിൽ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറായിരുന്നു ഹെൽത്ത് സയൻസിൻ്റെ. അതിലുപരി കേരളത്തിലെ മെഡിക്കൽ കോളേജ് രംഗത്തെ എല്ലാ വിദ്യാഭ്യാസ മെഡിക്കൽ കോളേജുകളുടെയും അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇതിലുപരി ഭാരതത്തിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പല അസോസിയേഷനുകളുടെയും ഞാൻ അതിനകത്തെല്ലാം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇതിലപ്പുറം പല വിദ്യാഭ്യാസമല്ലാത്ത വ്യവസായപരമായ കാര്യങ്ങൾ, ഇപ്പം നാസ്കോം ഉൾപ്പെടെ, അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് കൊമേഴ്സ്, ചേംബർ ഓഫ് കൊമേഴ്സ്, അതുമല്ലെങ്കിൽ അസോച്ചാം, അതുപോലെ അങ്ങനെ പല ഫിക്കി ഉൾപ്പെടെ പല സംരംഭങ്ങളിലും അവരുടെ കൂട്ടത്തിൽ ഒരാളായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് കൊണ്ട് തന്നെ ഇത് ഒരു എൻ്റർപ്രണർ എന്ന നിലയ്ക്ക് അതിലുപരി ആളുകളെ മുഴുവൻ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഉള്ള ഒരു പഠനം എനിക്ക് സാധ്യമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബലം കൂടിയാണ് ഞാനിപ്പോൾ ഈ ട്രേഡ് കമ്മീഷണർ ഏറ്റെടുത്തപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും. പലതും ന്യായമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സമൂഹത്തിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന ഒരു തോന്നൽ എനിക്കുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും. കാരണം അതിലൊരു വേർഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇവിടെ ഹാൻഡിൽ ചെയ്തതിൻ്റെ ഒരു വലിയ കാര്യം അപ്പുറത്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റി കൂടുന്നു എന്നുള്ളതാണ്. ഇപ്പം ആളുകളുമായിട്ട് ഇടപഴകുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ആളുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺടർപ്രണർ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, സക്സസ് എലമെൻറ്റ്സിന് കാരണമാവേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പല ആളുകളെ കാണുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് ഒരു ഓൺടർപ്രണർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അതിനെ നോക്കിക്കാണും പല ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത്? ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ പല സാഹചര്യത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാം തന്നെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ചെയ്യാൻ കഴിയില്ല. ചില തീരുമാനങ്ങൾ കർക്കശമായി നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും എല്ലാം അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി ഒരു പരിധിവരെ ശരിയുടെ കൂടെ നിന്ന് പോവുക എന്നുള്ളതാണ് ധർമ്മം. അതിനപ്പുറം നമ്മൾക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം നടത്തിയെടുക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു എൻ്റർപ്രണർക്ക് ചേർന്നതുമല്ല. കാരണം ചില കർശനമായ തീരുമാനങ്ങൾ എടുത്താലേ ചില സക്സസ്സുകൾ ഉണ്ടാവുകയുള്ളൂ. വളരെ ബലഹീനമായ ചില തീരുമാനങ്ങൾ എടുത്താൽ പലപ്പോൾ പരാജയത്തിൻ്റെ കയ്പുനീര് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എൻ്റർപ്രണർ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് എൻ്റർപ്രണർഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് കൊടുക്കുമ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവുമെങ്കിലും അത് 100% ആത്യന്തികമായി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ ഒരു പരിധിവരെ അവരെ സാന്ത്വനപ്പെടുത്തുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും അവരെ കൂടെ നിർത്തുവാനും നമുക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു ആ തിരിച്ചറിവ് തന്നെ വലിയൊരു സക്സസ് ആണ്. കാരണം എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇനി അതിൽ നിന്ന് തന്നെ ഒരു ഓൺടർപ്രണർ, നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മേധാവി എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട് ഓൺടർപ്രണേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ ഒരു സക്സസ് എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫിനാൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ഗുഡ് വില്ലായിരിക്കാം, അവരുടെ കമ്പനിയുടെ വളർച്ചയായിരിക്കാം, അങ്ങനെ പല പല മാറ്റേഴ്സ് അതിനകത്തുണ്ട്. പക്ഷേ ഒരു ആളുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ അടുത്ത് നോ യെസ് എന്ന് പറയുന്ന ആ 2 വേർഡിന് ഒരുപാട് ഇമ്പോർട്ടൻസും ഒരുപാട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവും കൂടിയുണ്ട്. എങ്ങനെയാണ് അതിനെ, ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതല്ലാതെ മറ്റ് ബിസിനസ്സുകളുണ്ട്, ആ ഒരു രീതിയിൽ, ആ ഒരു മേധാവി എന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇപ്പോൾ പലപ്പോഴും പല ആളുകളും പല കാര്യങ്ങൾക്കും നമ്മെ സമീപിക്കുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവരോട് പറയും. ചെയ്യാൻ നമുക്കിത് സാധ്യമല്ല, ഇത് ഞങ്ങളുടെ കൈകളിലുള്ള കാര്യങ്ങളല്ല, ഇത് നിങ്ങൾ തിരിച്ചറിയണം, ഇത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. പക്ഷെ അവർക്ക് നിരാശയുണ്ടാവും, അയ്യോ എൻ്റെ മുഴുവൻ കാര്യങ്ങളും നടന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അത് അവർ തിരിച്ചറിയുവാനും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാനും തയ്യാറായി വരുന്ന ആളുകളാവുമ്പോൾ തീർച്ചയായിട്ടും ഇത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേക വ്യവസ്ഥ, ഇപ്പോൾ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഒരുപാട് പുരോഗമനപരമായ ആശയങ്ങളുള്ളൊരു നാടാണ്. പക്ഷെ പലപ്പോഴും ഇവിടെ നമ്മുടെ ആളുകൾക്കുള്ള പ്രശ്നം, നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയില്ല, നമ്മൾ വെറും വാക്ചാതുര്യം കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അതിലപ്പുറം കുറച്ച് ക്രിയാത്മകമായി, കുറച്ച് കമ്മിറ്റഡായി നമുക്ക് ആളുകൾക്ക് വേണ്ട സേവനം ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ അവരെ ആളുകൾ അംഗീകരിക്കുകയും അവരുടെ കൂടെ എന്നും ആളുകൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എന്തെങ്കിലും അത്തരത്തിലൊരു സിറ്റുവേഷൻ, വളരെ വിഷമത്തോടു കൂടെ ഒരു നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ സാറിന്? ഒരുപാട് അവസരങ്ങളിൽ നമുക്ക് നോ പറയേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അതിൻ്റെ രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുക. മുഖത്തടിച്ച പോലെ നോ പറയേണ്ട കാര്യം നമുക്കില്ലല്ലോ. അപ്പോൾ കൃത്യമായി നമ്മൾ അവരോട് അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലൊരു സമീപനം നമുക്ക് കൈക്കൊള്ളേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാറുണ്ട്.
അവർ അത് അംഗീകരിച്ച് എന്നും പിന്നീടും ആ ഒരു ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ, ഒരു ഓണ്ടർപ്രണർ പറയുന്ന ഒരു എക്സ്പീരിയൻസിൽ, ഒരു ഓണ്ടർപ്രണർ എന്നൊരു പ്രൗഡ് തോന്നിയ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരിക്കും, എന്നാലും ഒരു ബെസ്റ്റ് മൊമെന്റ് എടുത്ത് പറയുകയാണെങ്കിൽ? അത് എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയി തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഞാൻ ആശുപത്രി തുടങ്ങി പിന്നീട് അത് മെഡിക്കൽ കോളേജ് ആക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം ആശുപത്രി തുടങ്ങുന്നത് എൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ആശുപത്രി. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം കൂടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ആ ഒരു 150 ബെഡുള്ള ആശുപത്രിയിൽ പിന്നീട് 2 വർഷം കൊണ്ട് ഒരു വലിയ മെഡിക്കൽ കോളേജായി മാറ്റുവാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനം, അതിൻ്റെ പിന്നിൽ നേരിടേണ്ടി വന്നിട്ടുള്ള വെല്ലുവിളികൾ, അതിനെ തരണം ചെയ്യാനുള്ള ഒരു പ്രത്യേക ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ അതിനുള്ളൊരു ചാരിതാർത്ഥ്യം, അതിന് ഒരുപാട് ആളുകൾ കൂട്ടുനിന്നിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പല നിലയ്ക്കും മറ്റിച്ചു, എല്ലാം ഇതിൻ്റെ ഭാഗമാണല്ലോ. പക്ഷേ അത് 2014-15 കാലഘട്ടത്തിൽ അതൊരു മെഡിക്കൽ കോളേജായി മാറ്റി അതിന് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടായപ്പോഴാണ് ജീവിതത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ചതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം. കാരണം ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു മെഡിക്കൽ കോളേജ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കുവാനും അതൊരു ദൃഢപ്രതിജ്ഞയുടെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ചെയ്തതാണ്. ഇന്നും കേരളത്തിൽ എത്രയോ വലിയ ആളുകൾ പല നിരക്കുമുണ്ട്. പക്ഷേ ഇപ്പോഴും തന്നെ ഒരു നല്ല ആശുപത്രിയോ അല്ലെങ്കിൽ നല്ലൊരു മെഡിക്കൽ കോളേജോ തുടങ്ങി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സാധ്യമാവാത്ത കാലമാണ് ഇന്നും. അപ്പോൾ അത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടിയും ഉണ്ടാവാം. നാട്ടിലുള്ള സുഹൃത്തുക്കളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവാം. പല നല്ല സുഹൃത്തുക്കളും അതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കാം ഇതിന് കാരണം. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ ഒരു മെഡിക്കൽ കോളേജും ആശുപത്രിയും 1250 കിടക്കയുള്ള ഇത്രയും ബൃഹത്തായ ഒരു വലിയ ആശുപത്രി കെട്ടിപ്പടുക്കുവാൻ കഴിഞ്ഞു. അത് ഈ നാട്ടിന് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ അതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷമുണ്ട്. അതാണ് എന്നും എനിക്ക് സ്മരിക്കുവാനുള്ള എൻ്റെ ഏറ്റവും വലിയ ഒരു വിജയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മുടെ മനസ്സിൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അച്ഛൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ചെയ്യുന്ന സമയത്ത് അതിന് ഒരുപാട്, ഈ പറയുന്ന പോലെ ഒരുപാട് ചുറ്റും നിന്നുള്ളവരും അല്ലെങ്കിൽ സിസ്റ്റം ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരിക്കാം. അതിനെങ്ങനെയാണ് തരണം ചെയ്തത്? അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന ആ ഒരു സ്വപ്നം എനിക്ക് വേണം, അല്ലെങ്കിൽ അതെനിക്ക് എന്താണെങ്കിലും ആ ഒരു ഉത്തരത്തിലെത്തണം എന്നുള്ളൊരു ആഗ്രഹം എങ്ങനെയാണ് അതിന് തീവ്രമാക്കുന്നത്? കാരണം തീർച്ചയായിട്ടും ഒരുപാട് നെഗറ്റീവ്സ് അല്ലെങ്കിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ചുറ്റുമുണ്ട്. എങ്ങനെയാണ് അത്? കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരു തീരുമാനം എടുത്ത് അതിനെ നിറവേറ്റുക, ഞാൻ ഒരു ഓണ്ടർപ്രണർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു തീരുമാനം എടുക്കുന്നതിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് തീരുമാനം ആർക്കും എടുക്കാം, ആ തീരുമാനത്തിനെ നടത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയായിരുന്നു ആ ഒരു വിജയത്തിലേക്ക് എത്തിയത്? ഒരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല ഇത്. അതൊരു ആശുപത്രിയായി തുടങ്ങിയപ്പോൾ പിന്നീട് പല ക്വാർട്ടേഴ്സിൽ നിന്നും കോർണറുകളിൽ നിന്നും തീർച്ചയായും ഇവിടെ വലിയൊരു ആശുപത്രിയുടെ ഒരു ആവശ്യകതയുണ്ട്, അപ്പോൾ ഇതിനെ വലുതാക്കിക്കൂടെ എന്ന് ചോദിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലെയുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാലഘട്ടം. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇത് തുടങ്ങാമെന്ന് ധരിച്ച് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് അത് മെഡിക്കൽ കോളേജായി മാറി. അപ്പോൾ അതിനകത്ത് ഈ മെഡിക്കൽ കോളേജ് ആക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതൊരു ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ ഒരു ചെറിയൊരു സംവിധാനമോ മാത്രം ഒരു അംഗീകാരം തന്നാൽ കിട്ടുന്ന ഒന്നല്ല. ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അതിനൊരുപാട് കർക്കശമായ കുറേ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ പരിശോധനകളെല്ലാം വിധേയമായി അതിന് ശേഷമാണ് ഇതെല്ലാം കിട്ടുന്നത്. അപ്പോൾ അത് വളരെ വലിയ നീണ്ട പ്രോസസ്സായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ, എല്ലാവരുടെയും കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലൊരു ചികിത്സയും അതുകൂടാതെ ഒരു ലോകോത്തര നിലവാരമുള്ള ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം നൽകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ഉണ്ടാക്കി ഇപ്പോൾ ഇത്രയും കാലം നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മെഡിക്കൽ കോളേജിനകത്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെൻറ് കോളേജ് ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനത്ത് പലപ്പോഴും 1ാം റാങ്ക് ഉൾപ്പെടെ നമ്മുടെ മെഡിക്കൽ കോളേജിന് ലഭിച്ചു. എല്ലാ റിസൾട്ടുകളും 90% മുകളിലാണ്. പഠിച്ച മിക്കവാറും പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളുടെ PGയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും കഴിഞ്ഞ് വലിയ വലിയ ഡോക്ടർമാരാകുന്നു. അപ്പോൾ അതെല്ലാം കാണുമ്പോഴുള്ള സന്തോഷം. പിന്നെ ഈ നാട്ടിൻ പുറത്ത് വലിയ മാറ്റങ്ങൾ ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഗ്രാമപ്രദേശത്താണ് ഈ മെഡിക്കൽ കോളേജ് വന്നതെങ്കിലും ഇന്ന് അതൊരു ടൗണും സിറ്റിക്ക് തുല്യമായി മാറ്റപ്പെട്ടു. അതെല്ലാം ഇതിൻ്റെ ഒരു അനന്തരഫലമാണ്.
അപ്പോൾ അതിൽ ആരൊക്കെ എങ്ങനെയൊക്കെ സഹായിച്ചു എന്നതിലുപരി ഇത് നാടിനുണ്ടാക്കിയ വലിയൊരു മാറ്റം, സാമ്പത്തികമായി അല്ലെങ്കിൽ പല ആളുകൾക്കും ജോലി ലഭിക്കുന്ന രീതിയിൽ, പല ആളുകൾക്കും മറ്റു രീതിയിലുള്ള സംവിധാനങ്ങളും അവസരങ്ങളും കൈവന്നത്, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചാലഞ്ചസ് എല്ലാം നമ്മൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ആ ചാലഞ്ചസിനെ മറികടക്കുവാൻ കഴിഞ്ഞത് ഒരു പ്രത്യേക കമ്മിറ്റ്മെൻറ്റിൻ്റെയും ഒരു ദൃഢനിശ്ചയത്തിൻ്റെയും ഭാഗം തന്നെയാണ്. അത് രാപ്പകലില്ലാതെ അതിനുവേണ്ടി പ്രവർത്തിച്ചു, ഊണവും ഉറക്കവും ഉപേക്ഷിച്ച് യാത്രകൾ നടത്തിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വ്യക്തിപരമായി തന്നെ, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായി തന്നെ മേൽനോട്ടം നടത്തി. എനിക്ക് നല്ലൊരു ടീം വർക്കും അതിനകത്ത് ലഭിച്ചു. അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ഇത്രയും വലിയൊരു കാര്യമാക്കി മാറ്റിയെടുക്കുവാനും ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരു മെഡിക്കൽ കോളേജായി മാറുവാനുള്ള അവസരമുണ്ടായത്. അന്ന് ഇതുപോലെ ഇത്രയും സ്വപ്നം കണ്ടിരുന്നു, അല്ലെങ്കിൽ ഈ നാടിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും, ഈ പറയുന്ന പോലെ ഒരുപാട് സക്സസ് എലമെന്റ്സ് ഇതിനോട് ചേർന്ന് നമ്മുടെ കൂടെ വരും എന്നൊക്കെ ഉള്ളത് ഓൾറെഡി നമ്മളിങ്ങനെ ഡ്രീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത്? മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലത്ത് അത്ര ദീർഘമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല. കാരണം നാട്ടിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ വരുമെന്നും പ്രതീക്ഷിച്ചില്ല. പലതും പറഞ്ഞു ഇത് വരുമ്പോൾ നാടിന് നല്ലതാണ്, ഒരേ ആളുകൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതിൽ ഞാൻ കാണുന്ന ഒരു എലിമെൻ്റ് എന്ന് പറയുന്നത്, ആ ഒരു ആശുപത്രിയും മെഡിക്കൽ കോളേജും വന്നതോടുകൂടി 1000-ലധികം ആളുകൾക്ക് അവിടെ ഡയറക്റ്റായിട്ടുള്ള എംപ്ലോയ്മെൻറ്റും, അതിലുപരി 10,000-3000 ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ചെറിയ പല ഈ സമൂഹത്തിൽ പല നിലയ്ക്കുള്ള സഹായങ്ങളും എംപ്ലോയ്മെൻറ്റും കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് അത്രയും കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹത്തിന് വലിയ മാറ്റങ്ങളാണ് വിതച്ചത്. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് അതിനകത്ത്. അല്ലാണ്ട് അത് ഇന്ന പോലെ ആവും എന്നൊരു പ്രതീക്ഷയോടുകൂടി ചെയ്തതല്ല. നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്ത് വിഘ്നങ്ങളുണ്ടെങ്കിലും അത് തട്ടിമാറ്റി ചെയ്യുക എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്ത് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഫലം കാണുമ്പോൾ സന്തോഷം, എല്ലാം നല്ലതായി തന്നെ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു സ്വപ്നം നമ്മൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റും കൂടിയാണ് കാണുന്ന സമയത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ടീം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ടീം വർക്ക് എന്ന് പറയുമ്പം ഒരാൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിയുണ്ട്, കൂട്ടമായി ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം ഓടാമെന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ അതുപോലെ ഒരു ടീം വർക്കിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടീം വർക്കിനെ അല്ലെങ്കിൽ കുറേ വ്യക്തികളെ ഒരു ടീമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്? ഒരു ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് അത്ര വളരെ എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. അതിന് നമ്മൾ അവരെ വിശ്വാസത്തിലെടുക്കണം. അവർക്ക് എന്താണോ വേണ്ടതെന്ന് അറിഞ്ഞ് നമ്മൾ അവരെ സഹായിക്കണം. അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർക്കൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഓരോ കോംപ്ലക്സ് സിറ്റുവേഷൻ വരുമ്പോഴും അത് നമ്മൾ കൂടെ നിന്ന് അത് സോൾവ് ചെയ്യാനുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളത് കാണിക്കണം. പിന്നെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടാവണം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് ഞാൻ നേരിട്ട് ഏറ്റെടുത്തോളാം, നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ളൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൊടുക്കുവാൻ ഇത്രയും കാലം കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ തിരിച്ചടികൾ നേരിട്ടപ്പോഴും എൻ്റെ കൂടെ നിന്ന എല്ലാ ആളുകളും പാറ പോലെ ഉറച്ചു നിന്നിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. അത് ഞാൻ ഇത്രയും കാലം അവർക്ക് നൽകി വന്ന പിന്തുണയും അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവരൊരു ജോലിക്കാരനാണെന്നതിലുപരി ഒരു ഫാമിലി മെമ്പറാണെന്ന് എനിക്ക് കണ്ടുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ്. പിന്നെ ഏതൊരു ബിസിനസ്സിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു സംരംഭകനെയും സക്സസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യലല്ല, കൂട്ടായി എല്ലാവർക്കും ഉത്തരവാദിത്തം ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കുമ്പോൾ അത് അവർ കൃത്യമായി ഭംഗിയായി ചെയ്യണം. അത് ചെയ്യുവാനുള്ളൊരു മനോസ്ഥിതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് സ്വയം ഉണ്ടാവേണ്ടതാണ്, നമുക്ക് അടിച്ചേൽപ്പിച്ചുണ്ടാക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു വലിയ പോസിറ്റീവായ ഒരു മോട്ടിവേഷൻ നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം ടീം ലീഡർഷിപ്പ് അല്ലെങ്കിൽ ടീം ഉണ്ടാവുകയുള്ളൂ. ആ ദൈവാനുഗ്രഹം കൊണ്ട് ആ ഒരു ടീമിനെ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും എൻ്റെ കൂടെ അത്രയും ശക്തമായ ടീമുള്ളത് കൊണ്ട് ഇന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായി ഭംഗിയായി ഒരു അടിയും അല്ലെങ്കിൽ ഒരു പതറലും കൂടാതെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഇതിൽ രണ്ട് കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ടീമിനെ നമ്മൾ എടുക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു വിശ്വാസം. ഒരിക്കലും നമുക്കൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊരു വലിയ ടീമിനെ വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഓരോ സമയത്തും ഓരോ വിശ്വാസമുള്ള ആളുകളെ, അല്ലെങ്കിൽ കഴിവുള്ള നല്ല നമ്മളുമായി ചേർന്ന് പോകുന്ന, അവർക്ക് നമ്മളെയും നമുക്ക് അവരെയും ആവശ്യമുള്ളൊരു സിറ്റുവേഷൻ വരുന്ന ഓരോരുത്തരെയും ആ സമയത്ത് നമ്മളിങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പം അതിൽ ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ അവിടെ കാണുന്നത്. എങ്ങനെയാണ് ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ പിക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതൊരു സക്സസ് ആണ്, അവർക്കും നമുക്കും ഒരു സക്സസ് ആണ്, ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണെന്നുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി പിക്കിങ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് സ്റ്റാഫിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു സാഹചര്യത്തിലെയും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഓപ്പർച്യൂണിറ്റീനെ എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത്? ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റർപ്രണറെ എടുത്ത് പരിശോധിച്ചാലും അവർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും. പക്ഷേ ഈ അവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലാണ് അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവാറ്. ഈ
ഈ വരുന്ന അവസരങ്ങൾ നമ്മൾ കൃത്യമായി അവലോകനം ചെയ്ത് ഇത് ശരിയായിരിക്കുമെന്നൊരു മനസ്സിൻ്റെ ഉള്ളിലൊരു വിളി അല്ലെങ്കിൽ ഒരു തോന്നലുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്താൽ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ മുന്നിൽ വരുന്ന അനേകായിരം അവസരങ്ങളെല്ലാം തന്നെ വാരിവരിച്ച് എടുത്താൽ ഒരു മനുഷ്യനും സാധ്യമല്ല. അത് പ്രത്യേകിച്ച് നമ്പർ ഓഫ് ആക്ടിവിറ്റി കൂടുമെന്നല്ലാണ്ട് അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവുകയില്ല. അപ്പോൾ വരുന്ന അവസരങ്ങൾ കൃത്യമായി അവലോകനം ചെയ്ത് ഇത് നാം ചെയ്താൽ ശരിയാവുമോ, അതല്ലെങ്കിൽ ഇതുകൊണ്ട് മറ്റാളുകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്ത് കൊണ്ടു നടത്താൻ സാധിക്കുമോ എന്നൊരു കൃത്യമായ മനസ്സിൽ ഒരു ആറ്റിക്കുറിച്ച് കൊണ്ടുള്ള അവലോകനം നടത്തി, ഒരു അനലൈസ് നടത്തി അതിൽ ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ വളരെ ബോൾഡായി നമ്മൾ മുന്നോട്ട് പോകണം. പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലല്ല ലോകമെമ്പാടും തന്നെ വലിയ ഉയരങ്ങളിൽ പോയ പല പ്രസ്ഥാനങ്ങളും പെട്ടെന്ന് തളർന്നു വീഴുന്നത് കണ്ടിട്ടുണ്ട്. കാര്യം ഉയർച്ചയിൽ പോകുമ്പോൾ അവർ പലതും പുറകിലുള്ള പല കാര്യങ്ങളും പിന്നെ അവർക്ക് നോക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവാണെന്ന നിലയ്ക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് അവർ എടുത്ത് മുന്നോട്ടെടുത്ത് പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവർക്കത് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. കാര്യം അവരുടെ ഫൗണ്ടേഷൻ ബേസ് എന്ന് പറയുന്നത് വേറെ ചില കാര്യങ്ങളാണ്. അവിടെ ജീർണത സംഭവിക്കുന്നത് അവരറിയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ ആക്ഷൻസ് എന്നും എല്ലായിടത്തും ചെറിയ തോതിലെങ്കിലും നമുക്ക് എത്താൻ പറ്റാത്ത ഒരവസരം ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ എല്ലായിടത്തും എപ്പോഴും ചെറിയൊരു ശ്രദ്ധ കൊടുത്ത് എവിടെയാണോ വീഴ്ച വരുന്നത്, എവിടെയാണോ പോരായ്മ വരുന്നത് കണ്ട് തിരിച്ചറിഞ്ഞ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ സക്സസ് ആവാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത ആളുകൾ സക്സസ് എന്ന് പേപ്പറിൽ പറയാമെങ്കിലും സക്സസ് ആവുകയില്ല. അനേകം ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. അത് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ആ തിയറി. പ്രത്യേകിച്ച് നമ്മൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുമ്പോൾ പഴയത് മറക്കാതിരിക്കുക, നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക, കൂടെയുള്ള ആളുകളെ വിസ്മരിക്കാതിരിക്കുക, ഇവരെല്ലാം കൂടെ കൊണ്ട് നടത്തിയാൽ മാത്രമാണ് നമുക്ക് പുതിയ സക്സസ് ഉണ്ടാക്കുവാനും അതുകൊണ്ട് മറ്റാളുകൾക്ക് ഗുണം നൽകുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് എൻ്റെ വിശ്വാസം. ഒരു സക്സസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ സക്സസ് ആവണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാതിരുന്നാലാണ് നിങ്ങളൊരു സക്സസ് ആവുക എന്ന് പറയുന്നു. സക്സസ് എലിമെൻറ്റിനെ എങ്ങനെ നമുക്ക് നിർവചിക്കാം യഥാർത്ഥത്തിൽ? അത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. കാരണം പല ആളുകൾക്കും സക്സസിൻ്റെ പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റാണ്. ചില ആളുകൾക്ക് സക്സസ് എന്ന് പറയുന്നത് കുറേ കാശുണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം, ചില ആളുകൾക്ക് ഫെയിം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമാണ്, ചില ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നുള്ള ആഗ്രഹം. ഇപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇതെല്ലാം സമ്മിശ്രമാണ്. കാരണം ഒരു പുതിയ കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ അതിന് പിന്തുണ വേണം, സാമ്പത്തികമായിട്ടുള്ള അടിയുറപ്പുണ്ടാവണം, അപ്പോൾ നല്ലൊരു ടീം വേണം. അപ്പോൾ സക്സസ് നിയന്ത്രിക്കുന്നത് ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു ഘടകമാണ്. ഒറ്റയ്ക്കൊരു കാര്യം മാത്രമാണ് സക്സസ്. എനിക്ക് എൻ്റെ സന്തോഷം, എനിക്ക് കാശുണ്ടാക്കുന്നതാണെന്ന് ചിന്തിക്കുന്ന ഒരു സക്സസ്ഫുൾ എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും സക്സസ് അല്ല എന്നുള്ള വിശ്വാസമാണ്. ആത്യന്തികമായിട്ട് ഏതു മനുഷ്യനും 70-80 വയസ്സ് ആവറേജ് ജീവിതം. ഈ ആയുസ്സിനിടയ്ക്ക് സന്തോഷമായി കിടന്നുറങ്ങുവാനും സന്തോഷമായി ജീവിക്കുവാനും നല്ല ക്വാളിറ്റി ലൈഫ് നയിക്കുവാനും സാധിക്കാതെ, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയും സുഹൃത്തുക്കളുടെ കൂടെയും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരാൾ സക്സസ്ഫുൾ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതെല്ലാം ചേർന്നതാണ് സക്സസ്. അതല്ലാണ്ട് നാം പോകുന്ന പാതയിൽ വെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല സക്സസ്. അതുകൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് ഫോമിൽ കൊണ്ടു നടന്ന് സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ ആയുസ് കൂടും, ആരോഗ്യം കൂടും, എല്ലാവർക്കും അതുകൊണ്ട് ഗുണവും ഉണ്ടാവും. അതായിരിക്കണം സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫോർമുല. ഇനി ഫെയിലിയർ പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇതിൻ്റെ ശരിക്കും നേരെ ഓപ്പോസിറ്റ് വരും. എന്നിരുന്നാലും ഫെയിലിയർ എന്ന് പറയുന്ന ഒരു വേർഡിന് പല ആളുകളും പല നിർവചനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു തോൽവിയാവാം, അത് മാർക്കിലുള്ള തോൽവിയാവാം, ഓഫീസിൽ വർക്കുമായി ബന്ധപ്പെട്ടൊരു തോൽവിയാവാം, വേണ്ട ജസ്റ്റ് ഒരു EMI അടക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം, അതുപോലും ആയിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ പല പല നിർവചനങ്ങളുണ്ട് തോൽവി എന്ന് പറയുന്ന ഒരു വേർഡിന്, വിജയത്തിനേക്കാൾ കൂടുതൽ. അപ്പം തോൽവി എങ്ങനെയാണ് നമ്മൾ നിർവചിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? തോൽക്കാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും? പല ആളുകളും തോൽവിയെ അഭിമുഖീകരിക്കാൻ മാനസികമായി തയ്യാറല്ലാത്ത ആളുകളാണ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. ഒരാളും തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒരു കാര്യവും വിജയിച്ച് മുന്നോട്ട് പോയി ചരിത്രം ഇന്നില്ല. നമുക്കിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെറിയ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ഉൾപ്പെടെ ഒരു സ്പൈഡർ വെബ് ഉണ്ടാക്കുന്നത് എത്ര അറ്റംപ്റ്റ് നടത്തിയിട്ടാണ്, അത് എത്രയെല്ലാം നെറ്റിങ് ഉണ്ടാക്കുന്ന എത്ര അറ്റംപ്റ്റ് നടത്തിയിട്ടാണ് എന്ന പോലെ എല്ലാ പരാജയങ്ങളും വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. ഇപ്പോൾ നമ്മൾ സയൻസിലേക്കൊക്കെ പോയാൽ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് എത്ര പ്രാവശ്യമാണ് ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ആദ്യത്തെ എടുക്കുന്ന തീരുമാനവും ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയും സക്സസ്സിലേക്ക് എത്തിപ്പെടുമെന്ന് വിശ്വസിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സുകൊണ്ട്
ഒരു കാര്യം ശരിയാണെന്ന് തോന്നിയാൽ അത് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് വീഴ്ച എന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് പിന്നെയും ചെയ്ത് അങ്ങനെ റിഫൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് സക്സസ് ആവുകയുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരും അതല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെയുള്ളൊരു പ്രശ്നം, ഇപ്പം ഏറ്റവും പെട്ടെന്ന് കാശുണ്ടാക്കണമെന്ന് ആഗ്രഹമാണ്. കാശുണ്ടാക്കുന്നത് വല്ലവനെയും പറ്റിച്ചിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ആവരുത്. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പിറ്റേ ദിവസം തന്നെ അവൻ ആഘോഷിച്ച് ജീവിക്കണമെന്നുള്ള, അതിലാരും തെറ്റ് പറയുന്നില്ല. പക്ഷേ അവൻ്റെ അടിത്തറ ശക്തമാക്കണം. അപ്പോൾ അവിടെയാണ് ഈ സക്സസ്സും ഫെയിലിയറും തമ്മിലുള്ള വ്യത്യാസം. ഫെയിലിയർ ഒരിക്കലും ഒരു പെർമനൻറ്റ് ഫെയിലിയർ അല്ല. പെർമനൻറ്റ് ഫെയിലിയറായി ഫീൽ ചെയ്യുന്ന ആളുകൾ ജീവിതത്തിൽ സക്സസ് ആവുകയില്ല. അവർ ജീവിതത്തിൽ മാത്രം ഇൻഡിവിജ്വൽ ലൈഫിലും അവർ ഒരിക്കലും സക്സസ് ആവുക. അവരാണ് പിന്നീട് ഡിപ്രഷനായിട്ട് അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് അവരെ കൗൺസിൽ ചെയ്യുവാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുവാനും ഒരു സംവിധാനം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ കാണുന്നത്. കാരണം എനിക്കത് പറയാൻ കഴിയും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അനേകായിരങ്ങൾ, അതിലുപരി അനേകം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നു. ഇവിടെ എല്ലാം നാം കാണുന്ന ഒരേ പ്രശ്നമാണ്. അത് ജോലിക്കാരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും അത് മറ്റ് മേഖലയിലുള്ള ആളുകളാണെങ്കിലും ആരെയും മോണിറ്റർ ചെയ്യാണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകാതെ മുന്നോട്ട് വെറുതെ ഫ്രീ ആക്കി വിട്ടാൽ ഇത്തരം പരാജയങ്ങളും ഡിപ്രഷനും സ്വാഭാവികമാണ്. അതുകൊണ്ട് പരാജയം ഒരിക്കലും പെർമനൻ്റ് അല്ല. ഒരു പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിജയത്തിലേക്കുള്ള കടുത്ത നടപടി സ്വീകരിച്ചുകൊണ്ട് മനസ്സും ശരീരവും അതിനെ സജ്ജമാക്കി മുന്നോട്ട് പോയാൽ വിജയമുണ്ടാവും. പിന്നെ ഒട്ടും ഭാഗ്യം തൊട്ടു തീണ്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവരെത്ര ചെയ്താലും അതിന് ഒരു സക്സസ്സിലേക്ക് പരിപൂർണതയെ എത്തില്ലെങ്കിലും അവർക്ക് ചെറിയൊരളവിലെങ്കിലും സക്സസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രം പരിശോധിച്ചാൽ ഒരു സക്സസ്ഫുൾ ആളും തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ സക്സസ് ആയിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാൻ ആ ഒരു പോളിസിയിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തിരുത്തിയാണ് പിറ്റേ ദിവസം ഞാൻ ആ ഒരു കാര്യത്തെ അഭിമുഖീകരിക്കുന്നത്. അതായിരിക്കണം എല്ലാവർക്കും വേണ്ടതെന്നാണ് എനിക്ക് ജനറലായിട്ട് ഇവിടെ പറയുവാനുള്ളത്. സക്സസ് ഒരിക്കലും വൺ അറ്റംപ്റ്റ് അല്ല, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് ആണ്. അതെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി എഡ്യൂക്കേഷൻ സെക്ടർ, സാറിൻ്റെ ഏറ്റവും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു പടർന്ന് പന്തലിച്ചുകൊണ്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ, നെഹ്റു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് തന്നെ ഫസ്റ്റ് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൽ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1968 സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ്. എൻ്റെ അച്ഛൻ ശ്രീ പി കെ ദാസ്, അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബിരുദം കരസ്ഥമാക്കി പുറത്തിറങ്ങിയിട്ട് സാധാരണ ഒരു അധ്യാപകനെ പോലെ ട്യൂഷൻ എടുത്തു തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഈ അടുത്ത മാസം പുസ്തകമായി പ്രകാശനം ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 68 പുറത്ത് വന്നിട്ട് അദ്ദേഹം ആദ്യമായി തുടങ്ങിയ ഈ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുവാനും അതുപോലെ തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ITA പോലെയുള്ള സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചെങ്കിലും 1-2 വർഷം കൊണ്ട് അത് അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. അങ്ങനെ നിർത്തി കേരളത്തിൽ നാട് വിട്ട് കോയമ്പത്തൂരിലേക്ക് കുടിയേറിയ ഒരു വ്യക്തിയാണ് എൻ്റെ ഫാദർ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ശ്രീ പി കെ ദാസ്. അവിടെ വീണ്ടും അദ്ദേഹം ഇത് പുനരാരംഭിക്കുകയും ഒരുപാട് തിരിച്ചടികൾ നേരിട്ട് മുന്നോട്ട് പോയി. ഈ 1968 നൽകിയ നെഹ്റു എന്ന പേര്, അന്ന് അദ്ദേഹം നൽകുവാനുണ്ടായ കാര്യം, ആ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി അദ്ദേഹമായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിലെ മുഴുവൻ മിടുക്കരായ ആളുകളെയും അഭിസംബോധന ചെയ്യുമ്പോൾ നെഹ്റു അന്ന് ആഹ്വാനം ചെയ്തതാണ്, ഇതിൽ വിദ്യാഭ്യാസവും കഴിവുമുള്ള ആളുകൾ ഈ സേനയിൽ നിന്ന് വിരമിച്ചു പോയാൽ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മുന്നോട്ട് വരണം, അല്ലാണ്ട് നിങ്ങൾ പെൻഷൻ പറ്റിയിരിക്കേണ്ട ആളുകളല്ല എന്ന് പറഞ്ഞ ഒരു പ്രചോദനം ഉൾക്കൊണ്ടതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് വന്നത്. ഇദ്ദേഹം ഒരു അധ്യാപകനായി, അത് വളരെ വലിയ അധ്യാപകനായി മാറുകയും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു എഞ്ചിനീയറിംഗ് അധ്യാപകനായി മാറുകയും 1984 ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് അതായത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ എയറോനോട്ടിക്കൽ പ്രോഗ്രാം ആരംഭിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒഫീഷ്യലായി ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ആരംഭിച്ചത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അദ്ദേഹം 2009 മരിക്കുന്നതുവരെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിൽ തുടങ്ങി. കേരളത്തിലെ 2002 ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് പുതിയ സ്വാശ്രയ നിയമം വന്നപ്പോൾ ആരംഭിച്ചു. പിന്നെ 2003 ഫാർമസി കോളേജ് ആരംഭിച്ചു. 2008 പുതിയൊരു എഞ്ചിനീയറിംഗ് കോളേജ് കൂടെ ആരംഭിച്ച് ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്.
അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായ ഒരു ശക്തമായ അടിത്തറ നൽകി, അല്ലെങ്കിൽ അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവിടെ നിന്ന് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഉൾപ്പെടെ എൻ്റെ അനിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് കൃത്യമായി ഏറ്റെടുത്ത് വേറൊരു ദിശയിലേക്ക് അതിനെ കൊണ്ടുപോവുകയും കേരളത്തിൽ നിന്നല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രസ്ഥാനമാക്കി മാറ്റുകയും ഇന്ന് 10-26ഓളം സ്ഥാപനങ്ങളും 20,000-ലധികം വിദ്യാർത്ഥികളും 2,000-ലധികം അധ്യാപകരും അതിന് ബന്ധപ്പെട്ട ആളുകളും ജോലി ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. ലോകത്തിൻ്റെ മിക്കവാറും സ്ഥലങ്ങളിൽ എവിടെ പോയാലും ഞങ്ങളുടെ കോളേജുകൾ പഠിച്ച ആരെങ്കിലും തന്നെ ഞങ്ങൾക്ക് കാണുവാനുള്ള ഭാഗ്യം സിദ്ധിക്കാറുമുണ്ട്. അത് ഈ 50 വർഷത്തിലധികമുള്ള പാരമ്പര്യത്തിൻ്റെ ഒരു ശക്തിയാണ്. അപ്പോൾ അതാണ് ഈ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. ഇന്നിപ്പോൾ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഓട്ടോണമസ്, ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളും സ്വയംഭരണാവകാശമുള്ള സ്ഥാപനങ്ങളാണ്. സ്വന്തമായി സിലബസുകളും എക്സാം നടത്തുവാൻ, റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരം ഉൾപ്പെടെ ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ് നൽകി വളരെ നന്നായി നടക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ പുതിയ UGCയുടെ പുതിയ പോളിസി പ്രകാരം യൂണിവേഴ്സിറ്റി ആവാൻ വേണ്ടിയുള്ള ആ ഒരു പ്രക്രിയ കംപ്ലീറ്റ് ചെയ്ത് എന്ന് വേണമെങ്കിലും അതിൻ്റെ ഡിക്ലറേഷൻ വരുമെന്ന് പ്രതീക്ഷയിലിരിക്കുന്നു. മേ ബി 1-2 മാസങ്ങൾക്കകം യൂണിവേഴ്സിറ്റിയായി മാറുകയും ചെയ്യും, യൂണിവേഴ്സിറ്റി ആവുകയും ചെയ്യും. കാരണം ഇത് 2 സംസ്ഥാനങ്ങളിൽ പടർന്നു കിടക്കുന്നതാവുന്നതുകൊണ്ട് പല യൂണിവേഴ്സിറ്റികളാണ് ഇന്ന് അതിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ നെഹ്റു യൂണിവേഴ്സിറ്റി തന്നെ ഒരു 2-3 മാസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാവും എന്നുള്ള വിശ്വാസത്തിലാണ്. അതിന് തടസ്സങ്ങളൊന്നുമില്ല, ആവുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. തീർച്ചയായും അതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു യാത്ര. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി ആവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഒരു കോളേജ് ശൃംഖലയിൽ നിന്ന് യൂണിവേഴ്സിറ്റി ആയി മാറുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് സാർ വിശ്വസിക്കുന്നത്? യൂണിവേഴ്സിറ്റിയായി മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിലബസുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്നും വിദ്യാഭ്യാസം ഒരു 10 വർഷത്തിന് പുറകിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ജോലി സാധ്യമായ കോഴ്സുകളിലുള്ള സിലബസുകൾ മാറ്റി ആ ഒരു നിലയ്ക്ക് അതിനെ കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഒരു ഇത് നൽകാൻ കഴിയും. കൃത്യമായി പരീക്ഷ നടത്താൻ കഴിയും, ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റുകൾ നൽകാൻ കഴിയും, അനേകം പുതിയ നൂതനമായ കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയും. അങ്ങനെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നടത്താൻ കഴിയും. പല അധ്യാപകർക്കും അവരുടെ പല ആശയങ്ങളും പാറ്റൻ്റായി അത് ഈ ലോകത്തിന് സംഭാവന ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവും. പിന്നെ പല കൺസൾട്ടൻസി വർക്ക്, പ്രൊജക്റ്റ് കൺസൾട്ടൻസി വർക്ക്, പല എൻ്റർപ്രണർഷിപ്സ് അല്ലെങ്കിൽ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ, സെമി ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഓർഗനൈസേഷൻസിന് പലതരത്തിലുള്ള കൺസൾട്ടൻസി വർക്ക് നൽകാൻ കഴിയും. അങ്ങനെ ഒരു ആകെ തുക എന്ന് പറയുന്നത് സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനും ഒരു ക്വാളിറ്റി സൊസൈറ്റീനെയും വാർത്തെടുക്കുവാനുള്ള ഒരു ശക്തമായ പ്ലാറ്റ്ഫോമാണ് യൂണിവേഴ്സിറ്റി. അതിന് കൊമേഴ്സ്യൽ ആസ്പെക്ട്സ് ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി ആസ്പെക്ട്സും ഇതിൻ്റെ മറ്റ് പാരാമീറ്റേഴ്സും നമ്മൾ അതിന് കൂടുതൽ പ്രാമുഖ്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ പേരെല്ലാവർക്കും അറിയാം ഈ നെഹ്റു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിനൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് പുറത്തു വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ എല്ലാ ആളുകൾക്കും തയ്യാറാവും. അപ്പോൾ തീർച്ചയായും സമൂഹത്തിലധികം വലിയ മാറ്റങ്ങളുണ്ടാവും, ജോലികൾ സൃഷ്ടിക്കുവാനും മറ്റവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കും. അതുകൊണ്ടാണ് അതൊരു യൂണിവേഴ്സിറ്റി ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും ആവുമെന്നുള്ള പ്രതീക്ഷ 2 മാസത്തിനകത്ത് ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോഴും എല്ലാത്തിലും അടിസ്ഥാനം സ്റ്റുഡൻസ് തന്നെയാണ്. മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, യൂത്ത് തീർച്ചയായിട്ടും വേണമെന്നുള്ളതാണ്. എങ്ങനെയാണ് വിദ്യാർത്ഥികളെ കാണുന്നത്? എന്തൊക്കെ ആ ഒരു പ്രസരിപ്പും ആ ഒരു എനർജിയൊക്കെ വിദ്യാർത്ഥികൾ ഒരു കൂടുതലാണ്. എങ്ങനെയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അവരെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുണ്ട്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ വളരെയധികം ഡിജിറ്റലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. ടെക് സേവീസ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ഡിജിറ്റലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അധ്യാപകർക്കാണ് ഏറ്റവും വലിയ ചലഞ്ച്. കാര്യം ഇവരെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു അധ്യാപകൻ കേവലം പണ്ടത്തെ രീതിയിലുള്ള ഒരു തിയറിറ്റിക്കൽ അപ്രോച്ച്, ബുക്കുകളിൽ കാണുന്നത് പറഞ്ഞു കൊടുക്കുന്നൊരവസ്ഥ, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ടെക്നിക്കൽ ടേംസ് ഒരു പെഡഗോഗിക്കൽ എക്സസൈസ് മുഴുവൻ നമ്മൾ മാറ്റി നമ്മളിപ്പോൾ പറയുന്നത് 60% തിയറി, 40% പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. 60% തിയറി, 40% പ്രാക്ടിക്കൽ. അപ്പോൾ എല്ലാം തന്നെ ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസോട് കൂടി പഠിപ്പിക്കുക. പിന്നെ വിവിധ തരത്തിലുള്ള പല കാര്യങ്ങളും, അതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറയാം, ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥി ക്ലാസ്സുകളിലിരുന്ന് ലാബുകളിൽ മാത്രം പോയിരുന്ന കാലഘട്ടം മാറി ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയുടെ അഭിരുചി ആദ്യത്തെ വർഷം തന്നെ തിരിച്ചറിഞ്ഞ് അവനെ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ രീതിയിലേക്ക് നമ്മൾ മാറ്റും. എന്നിട്ട് അവരെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അത്തരം ആളുകൾക്കൊരു ഗ്രൂപ്പാക്കിയിട്ട്
അവർക്ക് ഈ തിയറി പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിവിധതരം പ്രൊജക്റ്റുകളും അസൈൻമെൻറ്റ്സും കൊടുക്കും. ഇവർക്ക് താല്പര്യമുള്ള അവർ ഐഡൻറ്റിഫൈ ചെയ്ത മേഖലയിൽ ഇൻഡസ്ട്രികൾ അവരെ വിസിറ്റിന് വിടും. ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ പഠിച്ചു വന്നിട്ട് അവിടെ എന്ത് ഇമ്പ്രൂവൈസേഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇവർ പ്രസൻറ്റ് ചെയ്യും. ആ പ്രസൻറ്റ് ചെയ്തത് ഇവരിവിടെ പ്രാക്ടിക്കലായിട്ട് ഇവർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മിക്സ് ആൻഡ് മാച്ച് കൾച്ചറിലേക്ക് വരുമ്പോൾ ഒരു വിദ്യാർത്ഥി 360 ഡിഗ്രി ഹോളിസ്റ്റിക് ആയിട്ട് ഡെവലപ്പ് ആവും. അപ്പോൾ ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി, ഇപ്പോൾ ഉദാഹരണത്തിന് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റാതെ. അപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഞങ്ങൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചു. ഇവിടെ നമ്മൾ ഒരുപാട് ആഡ് ഓൺ കോഴ്സസ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി കോഴ്സുകളെല്ലാം തന്നെ BA ഓണേഴ്സ് 4 വർഷത്തെ പ്രോഗ്രാം ആയപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ പലർക്കുമുള്ള സംശയം, ഞങ്ങൾ എന്തിനാണ് ഈ 4 വർഷം പഠിക്കുന്നത് എന്നതാണ്. ഈ 4 വർഷം പഠിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് BA ലിറ്ററേച്ചർ എടുത്തൊരു വിദ്യാർത്ഥിക്ക് അവർക്ക് ഇഷ്ടമുള്ള അഡീഷണൽ ആയിട്ടൊരു സബ്ജക്റ്റ് വീണ്ടും എടുക്കാം. പിന്നെ 4ാമത്തെ വർഷം അവരെ PGയോടുകൂടി BA ഓണേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ അവർക്ക് PG പഠിക്കേണ്ട. അതിന് കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ആ മാർക്കിൽ കുറഞ്ഞാൽ മാത്രമാണ് പിന്നൊരു വർഷം 5ാമത്തെ വർഷം പഠിക്കേണ്ടത്. അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് PG കിട്ടും. PG കിട്ടിയാൽ ഒരു വിദ്യാർത്ഥിക്ക് നെറ്റ് എഴുതണ്ട, അവർക്ക് നേരെ തന്നെ PhDക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നത് കൂടെ തന്നെ ഞങ്ങൾ കോളേജിൽ വരുത്തിയ മാറ്റം, ഒരു BA ലിറ്ററേച്ചർ എടുക്കുന്ന വിദ്യാർത്ഥിക്ക് ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് സബ്ജക്ട്സിനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അവരൊരു കണ്ടൻറ് റൈറ്ററും അല്ലെങ്കിൽ നാളൊരു സ്റ്റോറി റൈറ്ററുമായിട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ലോജിസ്റ്റിക്കിൻ്റെ മേഖലയിലേക്ക് പോകും. അങ്ങനെ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ആഡ് ഓൺ കോഴ്സിലൂടെ കൊണ്ടുവന്നു. ഇതാണ് ഇതിൻ്റെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം. ഇനി ഇത് മെഡിക്കൽ കോളേജിലാകുമ്പോൾ ഓൾറെഡി കോഴ്സുകൾ മുഴുവൻ മാറി. പണ്ട് 2 വർഷം കഴിഞ്ഞ് ആശുപത്രിയിൽ പോയിരുന്ന വിദ്യാർത്ഥികൾ, അത് നമ്മളായിട്ട് വരുത്തിയ മാറ്റങ്ങളല്ല, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ആദ്യ വർഷം തന്നെ ഇവർ ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും പോയി അവിടുത്തെ കാര്യങ്ങൾ കണ്ട് പരിശീലിപ്പിക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറി. ഇങ്ങനെ എല്ലാ കോഴ്സുകളിലും യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഒരുപാട് മാറ്റങ്ങൾ. പിന്നെ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഫാർമസി കോളേജിൽ, അത് 20 വർഷം പിന്നിട്ട ഫാർമസി കോളേജാണ്, ഞങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഹെർബലായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ്. ഇപ്പോൾ അത് പലതും പാറ്റൻറ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട്, ചിലതെല്ലാം പാറ്റൻറ്റ് കിട്ടി. അപ്പോൾ ഇതിലൂടെ പ്രൊഡക്ഷൻ എടുക്കുന്നതോടുകൂടി വിദ്യാർത്ഥി ഒരു മാനുഫാക്ചറിങ് സെറ്റപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അവർക്കറിയാം. അതിലൂടെ അവർക്ക് ഈ പഠിക്കുന്ന കാലത്ത് തന്നെ സാമ്പത്തികമായി അവർക്ക് നേട്ടമുണ്ടാവും. അതായത് സ്റ്റഡി വൈൽ യു ഏൺ വൈൽ യു സ്റ്റഡി എന്നുള്ളതാണ് ആ ക്യാപ്ഷൻ. പഠിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും സമ്പാദിക്കാവുന്നത്. ഇതിപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് പലപ്പോഴും വിദ്യാർത്ഥികളെ കൊണ്ടുപോയിട്ട് അവിടെ ഹോട്ടലുകളിൽ പണിയെടുക്കാനും ഒക്കെ ഇപ്പോൾ വിദ്യാർത്ഥികൾ പോകുന്ന കാഴ്ച, അത് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞങ്ങളുടെ ഒരു ക്യാപ്ഷനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ചേംബർ ഓഫ് കേരള കോളേജ് മുന്നോട്ട് വെച്ച സ്റ്റോപ്പ് മൈഗ്രേറ്റിംഗ് ഫ്രം കേരള, സ്റ്റഡി ഇൻ കേരള എന്നുള്ളൊരു ക്യാപ്ഷൻ ഇപ്പോൾ കേരള ഗവൺമെൻറ് ഏറ്റെടുത്തു. അപ്പോൾ എന്ന പോലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുമ്പോൾ അവർക്ക് ലോക നിലവാരത്തിലുള്ളൊരു വിദ്യാഭ്യാസ സംസ്കാരവും അതിനനുസരിച്ചൊരു എക്സ്പോഷറും കൊടുക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. പിന്നെ അതിന് പറ്റിയ അധ്യാപകരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും പുതിയ കാര്യങ്ങൾ പഠിക്കണം. അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അവരും അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്സ്കില്ലാവും. അപ്പോൾ ഏറ്റവും ഉത്തമരായ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ഈ നോളേജിൽ ഏറ്റവും ഉയരത്തിലേക്ക് എത്തുന്ന ഒരു അധ്യാപക സമൂഹത്തിനെയും ഇതോടൊപ്പം വാർത്തെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു മാറിയ സാഹചര്യത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കാരം. ഇപ്പം നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളിനി യൂണിവേഴ്സിറ്റി ആവാൻ പോകുന്നു, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിറക്കുന്നുണ്ട്. അതിലൊരു ബെസ്റ്റ് മൊമെൻറ്റ് അല്ലെങ്കിൽ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആ ഒരു ടോട്ടൽ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആയിട്ട് സാറിന് തോന്നിയിട്ടുള്ള ഒരു മൊമെൻ്റ് ഏതായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തട്ടി വളരെ സങ്കടത്തോടു കൂടി എന്നാൽ അതിലുപരി സന്തോഷത്തോടു കൂടി നല്ല കാര്യം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ വർഷം അട്ടപ്പാടിയിൽ നിന്ന് 25 വിദ്യാർത്ഥികളെ പരിപൂർണമായി സൗജന്യമായി പഠിപ്പിക്കാൻ തീരുമാനിച്ച് അവരെ ക്യാമ്പസുകളിൽ കൊണ്ടുവന്ന് അതിനുള്ള അസൗകര്യം ഒരുക്കി കൊടുത്തതാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നാം നേരിടുന്ന വയനാട്ടിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം അത് ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അവിടുത്തെ അതേപോലെ തന്നെ ഈ വർഷം ആ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങൾ 25 വിദ്യാർത്ഥികളെ, അർഹതപ്പെട്ട 25 വിദ്യാർത്ഥികളെ വളരെ എല്ലാ നിലയ്ക്കും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് 25 വിദ്യാർത്ഥികളെ സൗജന്യമായി നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പിക്കാൻ വേണ്ടി
ഒരു തീരുമാനമെടുത്ത് അത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും വയനാടിലെ ആ മുഴുവൻ ആളുകളുടെയും വേദനയിൽ പങ്കുചേരുവാൻ ഈ ഒരു ചെറിയ ഒരു എളിയ പ്രവൃത്തിയിലൂടെ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവർത്തന മേഖല വിദ്യാഭ്യാസ രംഗത്താവുന്നത് കൊണ്ട് ഞങ്ങളുടെ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ എല്ലാ അർത്ഥത്തിലും പുനഃസൃഷ്ടിക്കുവാനുള്ള, ഭാവിയിലെ പൗരന്മാരാക്കി മാറ്റുവാനുള്ള ഒരു എളിയ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. എനിവേസ് താങ്ക് യു സർ. കാരണം നമ്മൾ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും കൂടുതൽ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം, കാരണം നമ്മളുടെ ഒരു മേഖലയാണ്, അതിൽ ഈ പറയുന്ന പോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എനിവേസ് താങ്ക് യു സർ. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ അർത്ഥവത്താക്കി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു സർ. താങ്ക് യു സോ മച്ച്.